ഹായ് ഓൾ, വെൽക്കം ടു ലെക്ചേഴ്സ് ഓൺ ലോ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കേരള LLM എൻട്രൻസ് എക്സാമിനേഷൻ ക്ലീ 2025 LLMന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പൊ LLM എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ അല്ലെങ്കിൽ ഓൾറെഡി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ടാകാം. ഇപ്പൊ പലരും ഇത് നമ്മുടെ അടുത്ത് കോച്ചിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ക്ലാസ്സസ് ഒക്കെ. അപ്പോൾ അതല്ല ഇപ്പോൾ ഇനി ഫ്രഷ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നവരും നിങ്ങളുടെ സ്റ്റഡീസ് കുറച്ചായിട്ട് സ്ട്രോങ് ആക്കുക. കാരണം എക്സാം ഇനിയിപ്പോൾ അധികം സമയമില്ല. അപ്പൊ അതിന്റെ നോട്ടിഫിക്കേഷൻ നമ്മൾ കാത്തിരുന്ന നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഇമ്പോർട്ടന്റ് ഡേറ്റ്സ് നമുക്ക് നോക്കാം. അപ്പൊ ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിഷന്റെ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1/7/2025 ട്യൂസ്ഡേ തൊട്ടാണ്. സോ കമ്മിങ് ട്യൂസ്ഡേ ജൂലൈ 1 തൊട്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ സാധിക്കും. 1/7/2025 ട്യൂസ്ഡേ തൊട്ട്. അപ്പൊ ഡേറ്റ് ഓഫ് സബ്മിഷൻ ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഇൻക്ലൂഡിംഗ് ഫീസ് പേയ്മെന്റ് ഉൾപ്പെടെയുള്ളതിന്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 10/7/2025 ആണ്. അതായത് 1 തൊട്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സബ്മിഷൻ കൊടുത്തു തുടങ്ങാം. 10 വരെ, ജൂലൈ 10 വരെ ആണ് ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ്. 10 തേഴ്സ്ഡേ, ജൂലൈ 10 തേഴ്സ്ഡേ 5 മണി വരെ, വൈകിട്ട് 5 മണി വരെ ഉള്ളൂ ടൈം. അപ്പൊ നിങ്ങൾ ആ 5 മണി എന്നുള്ളത് നോക്കി നിൽക്കാൻ നിൽക്കണ്ട, അല്ലെങ്കിൽ 10 എന്നുള്ളത് നോക്കണ്ട. 1 തൊട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്ത് കൊടുത്തു പോവുക. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള നിങ്ങൾ എന്തെങ്കിലും റിസർവേഷൻസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള രേഖകളും കാര്യങ്ങളൊക്കെ കൈവശം വെക്കുക. ലാസ്റ്റ് ഇയേഴ്സ് ആയിട്ടുള്ളവർക്കും അപ്ലൈ ചെയ്യാം. അതായത് ഫൈനൽ ഇയേഴ്സ് എക്സാം എഴുതി റിസൾട്ട് വെയിറ്റിംഗ് ആയിട്ടുള്ളവർക്കും ഫൈനൽ ഇയേഴ്സ് ആയിട്ടുള്ളവർക്കും ഒക്കെ എക്സാം എഴുതാൻ സാധിക്കുന്നതാണ്. റിസൾട്ട് വന്ന് ഒക്കെ കഴിഞ്ഞ് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുമല്ലോ, ക്ലീയുടെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു പാസ്സായിട്ടുണ്ടാവണം. LLB പാസ്സായ സർട്ടിഫിക്കറ്റ്, പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായാൽ മതി, നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കും. സോ ഫൈനൽ ഇയേഴ്സ് ആയിട്ടുള്ളവർക്കും അല്ലെങ്കിൽ സപ്ലി എഴുതി വെയിറ്റിംഗ് ആയിട്ടുള്ള റിസൾട്ട് വെയിറ്റിംഗ് ആയിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്കും അഡ്മിഷൻ എടുക്കാനായിട്ട് ഈ ഒരു ക്ലീയുടെ എക്സാമിനേഷന് വേണ്ടി അപ്ലൈ ചെയ്യാൻ, എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നതാണ്. ആൻഡ് അഡ്മിറ്റ് കാർഡ് വരുന്ന ഡേറ്റ് അവർ കൊടുത്തിട്ടുണ്ട് 18/7/2025 ഫ്രൈഡേ ആണ്. ജൂലൈ 18 അഡ്മിറ്റ് കാർഡ് വരും. എൻട്രൻസ് എക്സാമിനേഷൻ ഡേറ്റ് 27 ആണ്, സൺഡേ. അതായത് ജൂലൈ 27 സൺഡേ ആണ് എക്സാമിനേഷൻ നടക്കുന്നത്. അപ്പൊ ഇനി നമുക്കൊരു 1 മാസം പഠിക്കാനായിട്ടുള്ളൂ. ആ 1 മാസം സ്ട്രോങ് ആയി പഠിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും LLM എൻട്രൻസ് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇതിന് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റ്സ് മാത്രമേ ഉള്ളൂ. LLB പോലെയല്ല, നമുക്കറിയാം ഗവൺമെന്റ് ലോ കോളേജുകളിലാണെങ്കിലും 10-15 സീറ്റൊക്കെ വെച്ച് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു ടോപ്പ് റാങ്കിൽ വരാൻ ശ്രമിക്കാം. എന്തായാലും ഈ ഒരു ആദ്യത്തെ, എനിക്ക് റിസർവേഷൻ ഒന്നുമില്ല, ആദ്യത്തെ 10-20 റാങ്കിനുള്ളിൽ വന്നാലേ എനിക്ക് കിട്ടുള്ളൂ. അപ്പൊ പിന്നെ പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, എന്നാ പിന്നെ പോയി കറക്കി കുത്താം എന്നുള്ള രീതിയിൽ, കറക്കി എഴുതാം എന്നുള്ള, അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ലോട്ടിട്ട് എഴുതാം എന്നുള്ള രീതിയിൽ വിചാരിക്കരുത് ആരും. നിങ്ങൾ അങ്ങനെ ഓർക്കരുത്. കഴിഞ്ഞ വർഷത്തെ സമയത്ത് 1 മാസത്തെ ക്രാഷ് കോഴ്സിന് മാത്രം അറ്റൻഡ് ചെയ്തിരുന്ന് ക്രാക്ക് ചെയ്തവരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. 10ഓളം കുട്ടികൾക്ക് നമുക്ക് ഗവൺമെന്റ് ലോ കോളേജിൽ അഡ്മിഷൻ കിട്ടിയതാ. ആകെ 20 കുട്ടികളെ അഡ്മിഷൻ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ നമ്മുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇപ്പൊ എനിക്ക് ഒരുപാട് കുട്ടികൾ അങ്ങനെ ക്ലാസ്സിൽ വേണം എന്നില്ല. ഉള്ള കുട്ടികൾക്ക് ക്വാളിറ്റി കൊടുക്കാൻ സാധിക്കണം, അല്ലെങ്കിൽ അവർക്ക് ഇൻഡെപ്ത് ആയിട്ട് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കണം എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു റാങ്ക് കിട്ടിക്കഴിയുമ്പോൾ എനിക്കും വളരെ സന്തോഷം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ കോച്ചിങ്ങിൽ ആർക്കെങ്കിലും ഇനി ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഓൾറെഡി ജൂൺ 1 തൊട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത അതിന്റെ റെക്കോർഡ്സ് അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ അതിന്റെയൊക്കെ ഇൻഡെപ്ത് ആയിട്ടുള്ള ക്ലാസ് ആണ്. ഇപ്പൊ ഒരു സബ്ജക്ട് തന്നെ നമ്മൾ 10-12 റെക്കോർഡ്സ് അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. അതായത് 1-1.5 മണിക്കൂർ നീണ്ടത്. അപ്പൊ നിങ്ങൾക്ക് അതൊക്കെ വളരെ യൂസ്ഫുൾ ആവുന്നതായിരിക്കും. ഇൻഡെപ്ത് ആയിട്ടുള്ള രീതിയിലാണ്. LLM എക്സാമിനേഷൻ മോഡിലാണ് എൻട്രൻസ് എക്സാമിനേഷൻ നടത്തുന്നത് തന്നെ. ഇപ്പൊ LLB സ്റ്റാൻഡേർഡ് ആണെന്നാണ് കഴിഞ്ഞ വർഷം അവർ പ്രോസ്പെക്ടസിൽ കൊടുത്തിരിക്കുന്നത്. ഈ പ്രോസ്പെക്ടസിലെ LLM എക്സാമിനേഷന്റെ സ്റ്റാൻഡേർഡിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതെന്നാണ്. സോ നിങ്ങൾ ജസ്റ്റ് അനിൽ കെ നായർക്ക് വെച്ച് പണ്ട് LLBക്ക് പഠിച്ചവരായിരിക്കാം നമ്മളൊക്കെ. അപ്പൊ ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ചും കൂടി ബെയറാക്ട് ഓറിയന്റഡ് ആയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ അതായിരിക്കും കുറച്ചും കൂടി നല്ലത് എന്ന് എന്റെ ഒരു പേഴ്സണൽ സജഷൻ ആണ്. അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ബെയറാക്ട് ഉള്ള സബ്ജക്ട്സ് ബെയറാക്സ് വെച്ചിട്ട് പഠിക്കുക കേട്ടോ. അതാകുമ്പോൾ കുറച്ചും കൂടി നല്ലതായിരിക്കും. എല്ലാം ബെയറാക്ടിൽ ഉണ്ടെന്നല്ല, ബെയറാക്ടിൽ ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും ബെയറാക്ടിൽ എല്ലാം കൊടുത്തിട്ടൊന്നുമില്ല. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ബെയറാക്ടിൽ ഇല്ല. അപ്പൊ അത് നമ്മൾ നോട്ട്സ് റെഫർ ചെയ്യണം. ഈ നോട്ട്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള MCQ നോട്ട്സ്, അതുപോലെ തന്നെ PPT ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള നോട്ട്സുകളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് ഷോർട്ട് ബുള്ളറ്റ് പോയിന്റ്സ് ഒക്കെ ആയിട്ട് പ്രൊവൈഡ് ചെയ്ത് തന്നെയാണ് നിങ്ങൾക്ക് ക്ലാസ്സസ് നമ്മുടെ കോച്ചിങ്ങിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രസ്റ്റ് ചെയ്തിട്ട് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് കോച്ചിങ്ങിൽ. ഞാൻ അഷ്വർ ചെയ്യുന്നു ആ ഒരു ഇൻഡെപ്ത് ആയിട്ട് രീതിയിലാണ് ക്ലാസ്സസ് എടുക്കുന്നത് എന്നുള്ളത്. നിങ്ങൾ ആ ക്ലാസ്സസ് ഫോളോ ചെയ്ത് ശ്രദ്ധിച്ചിരുന്ന് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും, നിങ്ങളുടെ എഫോർട്ടും കൂടി ഇട്ടാൽ.
അപ്പോൾ കഴിഞ്ഞ വർഷത്തെ കോച്ചിങ്ങിനൊക്കെ ഒരുപാട് കുട്ടികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മിസ് എനിക്ക് ക്ലാസ്സസ് കാണാൻ പറ്റിയില്ല, റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് പേഴ്സണലി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പലപ്പോഴും റെക്കോർഡ് ക്ലാസ് കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ലൈവിൽ എനിക്ക് കയറാൻ പറ്റിയില്ല എന്നൊക്കെ. അത് നിങ്ങളുടെ പേഴ്സണൽ തിരക്കും കൊണ്ടും ആയിരിക്കാം. ഓക്കെ, എനിക്ക് മനസ്സിലാവും. കാരണം പ്രാക്ടീസ് ചെയ്യുന്നവരൊക്കെ ആവുമ്പോൾ, കാരണം നമ്മൾ കഴിഞ്ഞ വട്ടം ക്ലാസ് എടുത്തിരുന്ന മോർണിംഗ് 6 to 8 ഈവനിങ് 8 to 10 ആ ഒരു ടൈമാണ്. അപ്പോൾ രാവിലെയും വൈകുന്നേരം കൂടി ആകുമ്പോൾ മൊത്തം 4 മണിക്കൂർ. അപ്പം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം കഴിവതും പ്രാക്ടീസ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അത്യാവശ്യമുള്ള ദിവസമൊക്കെ കോടതിയിൽ പോയിട്ട് ലീവ് എടുക്കാൻ പറ്റുമോ എന്നൊക്കെ ശ്രമിക്കുക. ഓഫീസിൽ നിന്ന് ഇൻസിസ്റ്റ് ചെയ്യുന്നില്ല ഞാൻ ലീവ് എടുത്ത് എല്ലാവരും പഠിക്കണം എന്നൊന്നും, പക്ഷെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒരു പ്രിപ്പറേഷൻ നിങ്ങളുടെ സ്ട്രോങ് ആക്കുക. ഓക്കെ, അപ്പം നിങ്ങൾ അതിന് വേണ്ടിയിട്ടും കൂടി ടൈം കണ്ടെത്തുക. കുറച്ചിരുന്ന് പഠിച്ചിട്ട് മാത്രമേ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. വെറുതെ പോയി ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമിനേഷൻ അല്ല ക്ലീയുടെ LLM. കാരണം സീറ്റ് ഓൾസോ ലിമിറ്റഡ് ആണ്. അപ്പം നിങ്ങൾ ആഗ്രഹിച്ച ബ്രാഞ്ച് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടോപ്പ് റാങ്കിൽ വേണം. ഇപ്പം സപ്പോസ് ഗവൺമെന്റ് ലോ കോളേജ് എറണാകുളത്ത് കൊമേഴ്ഷ്യൽ ലോയും ക്രിമിനൽ ലോ ഉണ്ട്, നിങ്ങൾക്ക് കൊമേഴ്ഷ്യൽ ലോ മതി. അപ്പോൾ കൊമേഴ്ഷ്യൽ ലോയിൽ നിങ്ങളുടെ റാങ്ക് കുറച്ച് കുറവാണ് ആ കിട്ടിയതിൽ നിന്നും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൊമേഴ്ഷ്യൽ ലോയിൽ ഓൾറെഡി സീറ്റ് ഫില്ലായെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അതിൽ കിട്ടാൻ ചാൻസ് ഇല്ല, നിങ്ങൾ ക്രിമിനൽ ലോ എടുക്കാൻ നിർബന്ധിതരാവും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളുടെ റാങ്ക് അവിടെ മാറ്റർ ചെയ്യുന്നുണ്ട്. ഇപ്പം LLBക്കൊക്കെ അങ്ങനെയല്ല. LLBക്ക് നിങ്ങൾക്ക് BLLB BBLLB നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. അലോട്ട്മെന്റ് സമയത്ത് തന്നെ കൊടുക്കാം. ഇത് അങ്ങനെയല്ല, നിങ്ങൾ അലോട്ട്മെന്റ് കിട്ടി അവിടെ ചെന്നിട്ട് റാങ്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ചൂസ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ടോപ്പ് റാങ്കിലൊക്കെ വരാൻ വേണ്ടി പഠിക്കുക. നിങ്ങൾക്ക് ഒരു റാങ്ക് പോരെ, ഫസ്റ്റ് റാങ്ക് മതിയല്ലോ. അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾ പഠിക്കുക കേട്ടോ. റാങ്കിന്റെ സീറ്റിന്റെ നമ്പേഴ്സ് കുറവാണെന്നൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾക്ക് ഫസ്റ്റ് റാങ്ക് അല്ലെങ്കിൽ ആദ്യത്തെ ആ ഒരു ടോപ്പ് 10 റാങ്ക് അല്ലെങ്കിൽ 20 റാങ്കിനുള്ളിൽ കിട്ടണം. അത് ഒരെണ്ണം മതി. അപ്പൊ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ. എക്സാമിനേഷൻ ടൈം സ്കെഡ്യൂൾ അവർ കൊടുത്തിട്ടുണ്ട്, നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. എക്സാമിനേഷൻ സെന്ററിലേക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടത് 1 മണിക്കാണ്. അപ്പൊ ഉച്ച കഴിഞ്ഞിട്ടാണ് എക്സാം. എക്സാമിനേഷൻ ഹാളിലേക്ക് എൻട്രി വരുന്നത് 2:30 തൊട്ടിട്ടാണ്. അപ്പോൾ മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നിങ്ങൾക്ക് ആ CBT മോഡ് ഓഫ് എക്സാമിനേഷൻ ആണ്. അത് ഫെമിലിയർ ആവാൻ വേണ്ടി ഒരു 10 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു 5 ക്വസ്റ്റ്യൻ ഇടും. ജസ്റ്റ് എങ്ങനെയാണ് ഒരു CBT എക്സാം അറ്റൻഡ് ചെയ്യേണ്ടതെന്ന് ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഫെമിലറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ആ ഒരു മോക്ക് ടെസ്റ്റ് നടത്തുന്നത്. സോ അതിന് മുമ്പ് നിങ്ങൾ ആ ഹോളിൽ കയറിയിരിക്കണം, മോക്ക് ടെസ്റ്റിന് മുമ്പ്. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻട്രി ഇല്ല. 2:45 ആണ് ലാസ്റ്റ് ആ ഒരു ടൈം വരുന്നത്, ലാസ്റ്റ് ടൈം ടു എൻട്രി ടു ദ എക്സാമിനേഷൻ ഹാള് വരുന്നത്. പിന്നെ എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 3 മണിക്കാണ്. ഉച്ചയ്ക്ക് 3 മണി തൊട്ട് 5 മണി വരെയുള്ള എക്സാമിനേഷൻ ആണ്. അപ്പോൾ അത് 2 മണിക്കൂർ നീണ്ട ഒബ്ജക്റ്റീവ് മോഡായിട്ടുള്ള MCQ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന എക്സാമിനേഷൻ ആണ്. 4 ഓപ്ഷൻ ആണ്, ഒരെണ്ണം നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എക്സാം ഹാളിൽ പെർമിറ്റ് ചെയ്യാൻ സാധിക്കുന്ന അഡ്മിറ്റ് കാർഡ്, നിർബന്ധമായിട്ട് അഡ്മിറ്റ് കാർഡ് വേണം. പിന്നെ ഫോട്ടോ ID, നിങ്ങളുടെ ഏതെങ്കിലും വാലിഡ് ആയിട്ടുള്ള ഒരു ID പ്രൂഫ് കൊണ്ടുപോവുക. ഒരു ബോൾ പെൻ കൊണ്ടുപോകാം. പിന്നെ റഫ് പേപ്പേഴ്സ് ഒക്കെ അവിടുന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. എക്സാമിനേഷന്റെ റിസൾട്ട് വരുന്നത്, റാങ്ക് ലിസ്റ്റ് വരുന്ന ഡേറ്റും പറഞ്ഞിട്ടുണ്ട് 20/8/2025. അതായത് ഓഗസ്റ്റ് 20-ാം തീയതിക്ക് മുമ്പായിട്ട് റിസൾട്ട് വരും എന്നാണ് പറഞ്ഞേക്കലെ. അപ്പോൾ ഓഗസ്റ്റ് 20-ാം തീയതിക്ക് മുമ്പ് എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾക്ക് ക്ലാസ് തുടങ്ങുമ്പോഴേക്കും റാങ്ക് ലിസ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞിട്ട് ഒരു സെപ്റ്റംബർ ഒക്കെ ആകുമ്പോഴേക്കും എല്ലാം വരുമായിരിക്കും. പിന്നെ ഒരു ഒക്ടോബർ ലാസ്റ്റോട് കൂടി അല്ലെങ്കിൽ നവംബറോട് കൂടിയൊക്കെ ക്ലാസ് തുടങ്ങാം. ഒക്ടോബറിൽ ക്ലാസ് തുടങ്ങാം കേട്ടോ, ഒക്ടോബർ ലാസ്റ്റ്, അല്ലെങ്കിൽ ചിലപ്പോൾ ലാഗ് ചെയ്യാറുണ്ട് ക്ലാസ്സസ് തുടങ്ങാനായിട്ട്. അപ്പോൾ ഒരു നവംബറോട് കൂടി, നവംബറിൽ എന്തായാലും നിങ്ങൾക്ക് ക്ലാസ് ഷുവറായിട്ടും തുടങ്ങിയിരിക്കും. അപ്പോൾ ആ ഒരു അഡ്മിഷൻ ടൈമിൽ നിങ്ങൾ പാസ്സായി നിങ്ങളുടെ LLB സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫൈനൽ ഇയേഴ്സിനും അപ്ലൈ ചെയ്യാൻ സാധിക്കും. കഴിഞ്ഞ വട്ടം കുട്ടികൾ മെസ്സേജ് അയച്ചിരുന്നു, ഫൈനൽ ഇയറിന് അപ്ലൈ ചെയ്യാൻ അറിയില്ലായിരുന്നു, അതുകൊണ്ടാണ് എഴുതാൻ പറ്റാതെ പോയതെന്ന്. അപ്പൊ അറിയില്ലായിരുന്നു എന്നുള്ള ഒരു രീതിയിൽ. അപ്പൊ അങ്ങനെ വിചാരിക്കരുത് ആരും. ഫൈനൽ ഇയേഴ്സിനും നിങ്ങൾക്ക് എഴുതാം. നിങ്ങളുടെ ഇപ്പോൾ റിസൾട്ട് ഫൈനൽ സെമ്മിലാണ്, അല്ലെങ്കിൽ റിസൾട്ട് വെയിറ്റിംഗ് ആണെങ്കിലും എഴുതാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് LLMന്റെ സിലബസ് നോക്കാം. LLMന്റെ സിലബസ് വരുന്നത്, എൻട്രൻസ് എക്സാമിനേഷന്റെ സിലബസ് പാർട്ട് A പാർട്ട് B എന്നുള്ള രീതിയിലാണ് കൊടുത്തേക്കളെ. പാർട്ട് എയിൽ ജൂറിസ്പ്രുഡൻസും അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ ഓഫ് ക്രൈംസ്, കോൺട്രാക്ട്, ഇങ്ങനെയുള്ള 4 സബ്ജക്ട്സ് ആണ്. ഈ 4 സബ്ജക്റ്റിൽ നിന്നും ഓരോ സബ്ജക്റ്റിൽ നിന്നും 25 ക്വസ്റ്റ്യൻസ് വെച്ചാണ്. അതായത് ജൂറിസ്പ്രുഡൻസിൽ നിന്ന് 25 ക്വസ്റ്റ്യൻസ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ 25 ക്വസ്റ്റ്യൻ, ലോ ഓഫ് ക്രൈം 25 ക്വസ്റ്റ്യൻ, ലോ ഓഫ് കോൺട്രാക്ട് 25 ക്വസ്റ്റ്യൻസ്. സോ CBT മോഡ് എക്സാമിനേഷൻ ആണ്. MCQ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. 25 വെച്ചിട്ട് മൊത്തം 100 ക്വസ്റ്റ്യൻസ് ആണ് പാർട്ട് A എന്ന് വരുന്നത്. ഇതിൽ ലോ ഓഫ് ക്രൈംസ് എന്ന് പറയുന്നത് IPC ആണ് സാധാരണഗതിയിൽ നമ്മൾ പഠിക്കുന്നത്. പക്ഷേ നമ്മുടെ രാജ്യത്തെ ക്രിമിനൽ നിയമം മാറിയുകൊണ്ട് തന്നെ നിങ്ങൾ BNSഉം കൂടി പഠിച്ചിട്ട് പോകണം. അപ്പൊ നമ്മൾ കോച്ചിങ്ങിൽ കൊടുക്കുന്നതും BNSഉം കൂടി എടുത്തിട്ടായിരിക്കും. 10 ലോ സബ്ജക്ട് പ്ലസ് BNSഉം കൂടി എടുത്താണ് ക്ലാസ്സസ് പോകുന്നത്, ഇൻക്ലൂഡിംഗ് നോട്ട്സ് മെറ്റീരിയൽസ് എല്ലാം. ഇനി പബ്ലിക് ഇന്റർനാഷണൽ ലോ പാർട്ട് Bയിൽ വരുന്നത് 6 സബ്ജക്റ്റ് ആണ്. അതിൽ പബ്ലിക് ഇന്റർനാഷണൽ ലോ 20 ക്വസ്റ്റ്യൻ, അഡ്മിനിസ്ട്രേറ്റീവ് ലോ 20 ക്വസ്റ്റ്യൻ, ലോ ഓഫ് പ്രോപ്പർട്ടി 20 ക്വസ്റ്റ്യൻ, കമ്പനി ലോ 20 ക്വസ്റ്റ്യൻ,
ഇന്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട് 10 ക്വസ്റ്റ്യൻ, ലോ ഓഫ് ടോട്ട്സ് 10 ക്വസ്റ്റ്യൻ. അപ്പോൾ ഇന്റർപ്രിട്ടേഷനും ടോട്ട്സും 10 ക്വസ്റ്റ്യൻസ് വെച്ച് ബാക്കി അതെല്ലാം 20 ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇവിടെയും പാർട്ട് ബിയിലും 100 ക്വസ്റ്റ്യൻ, മൊത്തം 200 ക്വസ്റ്റ്യൻസ്. ശരി ഉത്തരത്തിന് 3 മാർക്കും തെറ്റുത്തരത്തിന് -1 നെഗറ്റീവ് ഉണ്ട്. നെഗറ്റീവ് മാർക്ക് ഉള്ള ഒരു എക്സാമിനേഷൻ ആണ്. LLM എക്സാമിനേഷന്റെ സ്റ്റാൻഡേർഡിലായിരിക്കും ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യേണ്ടത്. സോ നിങ്ങൾ ഇൻഡെപ്ത് ആയിട്ട് തന്നെ പഠിച്ചു പോവുക. ഒബ്ജക്റ്റീവ് മോഡ് എക്സാമിനേഷൻ ആണ്. ഇനി നമുക്ക് നോക്കുന്ന ഏതൊക്കെ കോളേജിൽ ഏതൊക്കെ സ്ട്രീം ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ 4 ഗവൺമെന്റ് ലോ കോളേജുകളിലും അതുപോലെ തന്നെ പ്രൈവറ്റ് ലോ കോളേജുകളിലും സീറ്റ് ഉണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണ്, അതിന്റെ സീറ്റിന്റെ നമ്പർ, അതുപോലെ തന്നെ എത്രയുണ്ട്, ഏതൊക്കെയാണ് സ്ട്രീമുകൾ ഉള്ളത് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഗവൺമെന്റ് ലോ കോളേജുകളിൽ നോക്കാം. ഗവൺമെന്റ് ലോ കോളേജ് തിരുവനന്തപുരത്ത് 15 സീറ്റാണുള്ളത്. ഈ 15 സീറ്റ് എന്ന് പറയുന്നത് 3 സ്ട്രീമിനും കൂടി കൂടിയിട്ടാണ്. അവിടെ 3 സ്ട്രീം ഉണ്ട്, ആ 3നും കൂടിയാണ് 15 സീറ്റ്. ഓരോരോ സ്ട്രീമിനും 15 സീറ്റ് വെച്ചിട്ട് ഉണ്ട് എന്നല്ല കേട്ടോ അതിന്റെ അർത്ഥം. അതും ഡൗട്ട്സ് വരാറുള്ളതാണ് പലപ്പോഴും. കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ അവിടെയുള്ള സ്ട്രീമാണ്. സ്പെഷ്യലൈസേഷൻസ് കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ, അതുപോലെ തന്നെ ക്രിമിനൽ ലോ, ക്രിമിനോളജി ആൻഡ് പീനോളജി, ഇതൊരൊറ്റ സബ്ജക്റ്റ് ആണ്. ക്രിമിനൽ ലോ, ക്രിമിനോളജി ആൻഡ് പീനോളജി, പിന്നെ ഇന്റർനാഷണൽ ലോ. ഇങ്ങനെ ഈ 3 സ്പെഷ്യലൈസേഷൻസിനും കൂടി 15 സീറ്റേ അവിടെ ഉള്ളൂ. ഗവൺമെന്റ് ലോ കോളേജുകളിലെല്ലാം മെറിറ്റ് സീറ്റ് മാത്രമാണ്. റിസർവേഷൻസും ആപ്ലിക്കബിൾ ആവുന്നതാണ്. അവിടെ മെറിറ്റ് സീറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ, മാനേജ്മെന്റ് സീറ്റ് ഇല്ല. നിങ്ങൾക്ക് അറിയായിരിക്കാം ഇതെല്ലാം. ഓക്കെ. ഇനി ഗവൺമെന്റ് ലോ കോളേജ് എറണാകുളത്ത് 15 സീറ്റ് പ്ലസ് 1 സീറ്റ് ബ്ലൈൻഡ് കാൻഡിഡേറ്റിനും കൂടി ഉള്ള ഒരു സീറ്റും കൂടി ഉണ്ടാവും. അപ്പോൾ കൊമേഴ്ഷ്യൽ ലോയും ക്രിമിനൽ ലോയും ആണ് അവിടെ ഉള്ളത്. ഇത് രണ്ടും ആണ് ഗവൺമെന്റ് ലോ കോളേജ് എറണാകുളത്തെ സ്പെഷ്യലൈസേഷൻ. ഇനി ഗവൺമെന്റ് ലോ കോളേജ് തൃശ്ശൂര് 10 സീറ്റാണ് വരുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് ലോയും ക്രിമിനൽ ലോയും ആണ് അവിടുത്തെ സ്പെഷ്യലൈസേഷൻ വരുന്നത്. ഗവൺമെന്റ് ലോ കോളേജ് കോഴിക്കോട് 15 സീറ്റാണ്. 15 സീറ്റ് അവിടെ ഉണ്ട്. അതിൽ ടാക്സേഷനും ക്രിമിനൽ ലോയും ആണ് സ്പെഷ്യലൈസേഷൻ വരുന്നത്. ഇങ്ങനെയാണ് ഗവൺമെന്റ് ലോ കോളേജുകളിലെ സീറ്റ് വരുന്നത്. അപ്പൊ മൊത്തം ഒരു 56 സീറ്റ്. അപ്പൊ 56 സീറ്റിൽ ആദ്യത്തെ 50 വന്നാൽ കിട്ടുമെന്നല്ല, അവിടെ റിസർവേഷൻസ് ആപ്ലിക്കബിൾ ആണ്. സോ നിങ്ങൾ ആദ്യത്തെ ഒരു റിസർവേഷൻ ഇല്ലാത്തൊരു കുട്ടിയാണെങ്കിൽ ആദ്യത്തെ ഒരു 20-25 റാങ്കിലുള്ളെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് അവിടെ സീറ്റ് ഉറപ്പിക്കാം. അതുപോലെ തന്നെ പ്രൈവറ്റ് ലോ കോളേജുകളിലും വ്യത്യസ്തമായിട്ടുള്ള സ്പെഷ്യലൈസേഷൻസ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അല്ലസർ ലോ കോളേജ്, അപ്പൊ ഇതിന്റെ പ്രോസ്പെക്ടസ് നമ്മുടെ സിയുടെ വെബ്സൈറ്റിലുണ്ട്. ഞാൻ ഓൾസോ ഇത് ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യാം, നിങ്ങൾക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ട്രീം എവിടെയൊക്കെയാണ് ഉള്ളതെന്ന്. അപ്പൊ ഗവൺമെന്റ് ലോ കോളേജ് അല്ലസർ ലോ കോളേജ് തൊടുപുഴ, ഇടുക്കി MG യൂണിവേഴ്സിറ്റി അണ്ടറിൽ വരുന്ന കോളേജിൽ 15 സീറ്റാണ് ഉള്ളത്. ഇവിടെ 7 സീറ്റ് മെറിറ്റ് സീറ്റ് ആണ് കേട്ടോ. 7 സീറ്റ് മെറിറ്റ് സീറ്റ് ആണ്. ക്രിമിനൽ ലോ ആണ്. ഇനി 15 സീറ്റ് ഉണ്ട് കൊമേഴ്ഷ്യൽ ലോയിലും. ആ കൊമേഴ്ഷ്യൽ ലോയില് 15 സീറ്റിൽ 8 സീറ്റ് മെറിറ്റ് സീറ്റ് ആണ്. ഓക്കെ. ഇനി CSI കോളേജ് ഫോർ ലീഗൽ സ്റ്റഡീസ്, CSI കോളേജ് ലീഗൽ സ്റ്റഡീസ് ഏറ്റുമാനൂർ കോട്ടയത്തുള്ളത് 30 സീറ്റാണ് മൊത്തം ഉള്ളത്. അവിടെ കൊമേഴ്ഷ്യൽ ലോ മാത്രമേ ഉള്ളൂ. ഇതിൽ 15 സീറ്റ് മെറിറ്റ് സീറ്റാണ്. അപ്പൊ നിങ്ങൾക്ക് അവിടെ മാനേജ്മെന്റ് അഡ്മിഷനും എടുക്കാം ബാക്കി 15 സീറ്റിലേക്ക്. ഇനി മാർ ഗ്രിഗോറിയസ് കോളേജ് ഓഫ് ലോ നാലഞ്ചിറ തിരുവനന്തപുരത്തുള്ളിടത്ത് 10 സീറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ലോയ്ക്ക് ഉണ്ട്. ഇതിൽ 5 എണ്ണം മെറിറ്റ് സീറ്റ് ആണ്. പിന്നെ 15 സീറ്റ് മാരിടൈം ലോയിലേക്ക് ഉണ്ട്. ആ മാരിടൈം ലോ 15 സീറ്റിൽ 7 സീറ്റ് മെറിറ്റ് സീറ്റ് ആണ്, സി അലോട്ട് ചെയ്യുന്നതാണ്. ഇനി ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് ലീഗൽ സ്റ്റഡീസ് കൊല്ലം, അവിടെ 10 സീറ്റാണ് ഉള്ളത്. ഇതിൽ 5 സീറ്റ് മെറിറ്റ് സീറ്റ് ആണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ ആണ് അവിടെ ഉള്ളത്. ഇനി ഭാരത് മാതാ കോളേജ് ഓഫ് ലീഗൽ സ്റ്റഡീസ് ആലുവ, ഇവിടെ ഉള്ളത് 15 സീറ്റ് ഉണ്ട്. അതിൽ 8 സീറ്റ് മെറിറ്റ് സീറ്റ് ആണ് വരുന്നത്. ആ 15 സീറ്റിൽ അത് ക്രിമിനൽ ലോ ആണ് വരുന്നത്. ക്രിമിനൽ ലോയിൽ 15 സീറ്റ് ഉണ്ട്. അതിൽ 8 സീറ്റ് മെറിറ്റ് ആണ്, അതായത് ക്ലീയുടെ റാങ്ക് ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ കിട്ടുന്നതാണ്. ബാക്കിയുള്ളത് മാനേജ്മെന്റ് സീറ്റ്. ഇനി 15 സീറ്റ് അതേപോലെ തന്നെ കൊമേഴ്ഷ്യൽ ലോയ്ക്കും ഉണ്ട്. അതിൽ 7 സീറ്റ് മെറിറ്റ് സീറ്റ് ആണ്. ബാക്കിയത് നിങ്ങൾക്ക് മാനേജ്മെന്റ് സീറ്റ് വഴിയായിട്ട് കയറാവുന്നതാണ്. അത് ക്രിമിനൽ ലോ കൊമേഴ്ഷ്യൽ ലോയ്ക്കാണ്. ക്രിമിനൽ ലോ, കൊമേഴ്ഷ്യൽ ലോ, മാരിടൈം ലോ, ഈ 3 സ്ട്രീമാണ് ഭാരത് മാതയിൽ ഉള്ളത്. അപ്പൊ അതിൽ എല്ലാത്തിനും 15 സീറ്റുകൾ വെച്ചിട്ടാണുള്ളത്. അതിൽ 8 സീറ്റ് ക്രിമിനൽ ലോയുടെ മെറിറ്റ് സീറ്റും 7 സീറ്റ് കൊമേഴ്ഷ്യൽ ലോയുടെ മെറിറ്റ് സീറ്റും 7 സീറ്റ് മാരിടൈം ലോയിലെ മെറിറ്റ് സീറ്റുമാണ് വരുന്നത്. ബാക്കിത്തെ സീറ്റുകൾ മാനേജ്മെന്റ് വഴിയായിട്ടായിരിക്കും ഫിൽ ചെയ്യുന്നത്. ഇനി CSI ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലീഗൽ സ്റ്റഡീസ് തിരുവനന്തപുരം, ഇവിടെ 15 സീറ്റ് ഉണ്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ ലോയ്ക്ക്. അതിൽ 8 സീറ്റ് വരുന്നത് മെറിറ്റ് ആയിരിക്കും. ഇനി 15 സീറ്റ് ഉണ്ട് ക്രിമിനൽ ലോ, ക്രിമിനോളജി ആൻഡ് പീനോളജി, അതൊരൊറ്റ സബ്ജക്റ്റ് ആണ്. അതിൽ 7 സീറ്റ് മെറിറ്റ് ആണ്. ഇനി മർക്കസ് ലോ കോളേജ് കോഴിക്കോട്, അവിടെയും 2 സ്ട്രീമാണ് ഉള്ളത്. അവിടെ ഉള്ളത് കൊമേഴ്ഷ്യൽ ലോയും കോൺസ്റ്റിറ്റ്യൂഷണൽ ലോയും ആണ്. കൊമേഴ്ഷ്യൽ ലോയിൽ 15 സീറ്റ് ഉണ്ട്. അതിൽ 7 സീറ്റ് മെറിറ്റ് സീറ്റ് ആണ്.
പിന്നെ 15 സീറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ലോയ്ക്കും ഉണ്ട്. അതിലെ 7 സീറ്റ് മെറിറ്റ് സീറ്റാണ്. ഈ മെറിറ്റ് സീറ്റ് ആണെന്ന് ഞാൻ പറയുന്നത് അവിടെ എൻട്രൻസ് വഴിയായിട്ട് മാത്രം റാങ്കിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് കയറാൻ പറ്റുള്ളൂ എന്നാണ്. ഇനി ശ്രീനാരായണ ഗുരു ലോ കോളേജ് SNLC പൂത്തോട്ട എറണാകുളമുള്ള ലോ കോളേജ്. ഇപ്പൊ ഇവിടെ 15 സീറ്റ് കൊമേഴ്ഷ്യൽ ലോയ്ക്കും ഉണ്ട്, 15 സീറ്റ് ക്രിമിനൽ ലോയ്ക്കും ഉണ്ട്. ഇതിലെ 8 സീറ്റ് രണ്ടിലെയും 8 സീറ്റ് വെച്ചിട്ട് മെറിറ്റ് സീറ്റുകളായിരിക്കും വരുന്നത്. ബാക്കിത്തെ സീറ്റുകൾ മാനേജ്മെന്റ് ത്രൂ നിങ്ങൾക്ക് ഫിൽ ചെയ്യാം. അപ്പൊ മാനേജ്മെന്റ് അഡ്മിഷൻസ് നോക്കുന്നവരാണെങ്കിൽ ഇപ്പോഴേ നിങ്ങൾക്ക് അതത് കോളേജുകൾ ഏത് സ്ട്രീമാണോ ഏത് സ്പെഷ്യലൈസേഷൻ ആണോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതല്ല ക്ലീഡ് റാങ്ക് ലിസ്റ്റ് വഴിയായിട്ട് കയറുന്നതാണ് ഞാൻ പറഞ്ഞ മെറിറ്റ് സീറ്റ്. സോ അത് റാങ്ക് ലിസ്റ്റിന്റെ ബേസിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്ന അലോട്ട്മെന്റ് വെച്ച് തന്നെ. ഇനി അടുത്ത നമ്മൾ നോക്കുന്ന NSS ലോ കോളേജ് കൊട്ടിയം കൊല്ലത്തുള്ളതാണ്. അപ്പൊ അവിടെ 10 സീറ്റാണ് ഉള്ളത്. ഒരൊറ്റ സ്ട്രീം മാത്രമേ ഉള്ളൂ, കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ മാത്രം. അതിൽ 5 സീറ്റ് മെറിറ്റ് ആയിരിക്കും, 5 മാനേജ്മെന്റും. ഇനി നെഹ്റു ലോ കോളേജ് ലക്കിടി പാലക്കാടുള്ളത് 15 സീറ്റാണ്. അതിൽ 8 സീറ്റ് മെറിറ്റ് ആണ്. ക്രിമിനൽ ലോയും കോൺസ്റ്റിറ്റ്യൂഷണൽ ലോയും ആണ് അവിടെ ഉള്ളത്. ഒറ്റ സബ്ജക്റ്റ് ഉള്ള ക്രിമിനൽ ലോ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ ഒന്നിച്ചാണ് എടുക്കുന്നത്. അപ്പൊ ഒരു ഡബിൾ സ്പെഷ്യലൈസേഷൻ പോലെ. അപ്പൊ അങ്ങനെയാണ് അവിടെ വരുന്നത്. ഈ ഒരു സ്ട്രീമുകളാണ്, ഓരോ സ്പെഷ്യലൈസേഷൻസ് ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത് പ്രൈവറ്റ് ലോ കോളേജുകളിലും ഗവൺമെന്റ് ലോ കോളേജുകളിലും ഉള്ളത്. അപ്പോൾ ക്ലീഡ് LLM എൻട്രൻസ് എക്സാമിനേഷൻ അപ്ലൈ ചെയ്യുന്നവർ 1-ാം തീയതി തൊട്ട് തന്നെ അപ്ലൈ ചെയ്യുക. അപ്പൊ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ന്യൂ രജിസ്ട്രേഷൻ കാൻഡിഡേറ്റ് പോർട്ടൽ വഴിയായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഞാൻ അതിന്റെ ഒരു ലിങ്ക്, ആ കാൻഡിഡേറ്റ് പോർട്ടലിന്റെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പൊ അതിൽ ജോയിൻ ചെയ്തിട്ട് ലിങ്ക് വഴിയായിട്ട് കയറിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ന്യൂ രജിസ്ട്രേഷൻ കൊടുത്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ പാസ്വേഡ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. ഇപ്പൊ ഇതൊക്കെ പാസ്വേഡും ആപ്ലിക്കേഷൻ നമ്പറും സൂക്ഷിച്ചു വെക്കുക. അതിനുശേഷം നിങ്ങൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യാനായിട്ട് കൊടുക്കണം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പിന്നെ ആപ്ലിക്കേഷൻ ടൈമിൽ കൊടുക്കേണ്ടത് നിങ്ങളുടെ ആ ഒരു സിഗ്നേച്ചർ അത് സ്കാൻ ചെയ്ത് കൊടുക്കണം. ഇതൊക്കെ പ്രോപ്പർ ആയിട്ട് JPG ഫോർമാറ്റിലാണ് കൊടുക്കേണ്ടത്. ഫോട്ടോ ആണെങ്കിലും അതുപോലെ തന്നെ സിഗ്നേച്ചർ ആണെങ്കിലും JPG ഫോർമാറ്റിൽ. ബാക്കിയുള്ള നിങ്ങൾ റിസർവേഷൻസ് ഉള്ളവരൊക്കെ അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റ് എന്തെങ്കിലും കമ്മ്യൂണിറ്റി കാറ്റഗറി റിസർവേഷനിൽ വരുന്നവരൊക്കെ അതത് റിസർവേഷന്റെ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യണം. അത് പറഞ്ഞിട്ടുള്ള രീതിയിൽ പ്രോസ്പെക്ടസിൽ പറഞ്ഞിട്ടുള്ള രീതിയിൽ തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക റിസർവേഷൻ ഉള്ളവര്. അപ്പൊ അതിനൊക്കെ ഉള്ള PDF ഫോർമാറ്റിലാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പൊ അതൊക്കെ PDF ഫോർമാറ്റിൽ കേട്ടോ. സോ PDF ഫോർമാറ്റിലാണ് സർട്ടിഫിക്കറ്റ് ഒക്കെ അപ്ലോഡ് ചെയ്യേണ്ടത്. അതിനൊക്കെ ഒരു നിശ്ചിതമായ സൈസ് പറയുന്നുണ്ട്. അതേ രീതിയിൽ തന്നെ ആയിരിക്കണം അപ്ലോഡ് ചെയ്യേണ്ടത്. നമുക്കിപ്പോ ജസ്റ്റ് ഒന്ന് നോക്കാം ഏതൊക്കെയാണ് വരുന്നതെന്ന്. ആപ്ലിക്കേഷൻ സമയത്ത് നിങ്ങൾ ന്യൂ രജിസ്ട്രേഷൻ ഒക്കെ കൊടുത്ത് നിങ്ങളുടെ ഒരു ഫോട്ടോയും അതുപോലെ തന്നെ അത് സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യണം എന്ന് പറഞ്ഞു. ഇത് രണ്ടും JPG ഫോർമാറ്റിലാണ്. JPG ഫോർമാറ്റിൽ കൊടുക്കുമ്പോൾ ഫോട്ടോ 15 KB-യുടെയും 100 KB-യുടെയും സൈസിന് ബിറ്റ്വീൻ ആയിരിക്കണം അത് കൊടുക്കേണ്ടത്. നിങ്ങളൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ കേട്ടോ. ഇനി സിഗ്നേച്ചർ കൊടുക്കണം. സിഗ്നേച്ചർ വൈറ്റ് പേപ്പറിൽ സിഗ്നേച്ചർ ഇട്ടിട്ട് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുക. ഇതും JPG ഫോർമാറ്റിലാണ്. 4 KB തൊട്ട് 100 KB വരെയാണ് അതിന്റെയും സൈസ് പറയുന്നത്. ഇനി മറ്റ് ഗൈഡ് ലൈൻസ് അനുസരിച്ചുള്ള നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളൊക്കെ അപ്ലോഡ് ചെയ്യേണ്ടത് PDF ഫോർമാറ്റിലാണ്. അതിന്റെ സൈസ് 10 KB തൊട്ട് 500 KB ബിറ്റ്വീൻ അതിനിടയിലുള്ള ഒരു സൈസ് അയക്കണം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അത് അപ്ലോഡ് ആവില്ല ചെയ്യുമ്പോൾ. അപ്പൊ അതേ രീതിയിൽ തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. പിന്നെ എലിജിബിലിറ്റി നമ്മൾ പറഞ്ഞു, LLB എക്സാമിനേഷൻ പാസ് ആവുക എന്നുള്ളതാണ് അതിന്റെ ആ ഒരു എലിജിബിലിറ്റി വരുന്നത്. 50% മാർക്കോടുകൂടി LLB എക്സാമിനേഷൻ പാസ് ആയിട്ടുള്ള ഒരു കുട്ടിക്കാണ് എഴുതാൻ സാധിക്കുന്നത്. ഫൈനൽ ഇയേഴ്സിനും പറ്റും എഴുതാൻ സാധിക്കും. അപ്ലൈ ചെയ്യാം എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് അഡ്മിഷൻ ടൈമിൽ പബ്ലിഷ് ചെയ്ത കൊണ്ടുപോയാൽ മതി നിങ്ങളുടെ ആ ഒരു സർട്ടിഫിക്കറ്റ്, പാസ്സായ സർട്ടിഫിക്കറ്റ്. ഇനി നേറ്റിവിറ്റി നാഷണാലിറ്റി പ്രൂഫുകളൊക്കെ എല്ലാവരും വെക്കേണ്ടതാണ്. നേറ്റിവിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ ഒരു കേരള ഒറിജിൻ ഉള്ളവർക്ക് മാത്രമേ ആ ഒരു റിസർവേഷൻ ആപ്ലിക്കബിൾ ആവുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യുക. അത് നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ ആ ഒരു സർട്ടിഫിക്കറ്റ് കയ്യിലുള്ളത് നേറ്റിവിറ്റി അത് പ്രൊഡ്യൂസ് ചെയ്യുക. അതായത് നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ്. ഇനി SSLCയിൽ എല്ലാവർക്കും ഉണ്ടാവില്ലേ, ഇപ്പൊ ICC CBSE ഒക്കെ പഠിച്ചവർക്ക് പ്ലേസ് ഓഫ് ബർത്ത് അവിടെ കൊടുക്കാറില്ല. അപ്പോൾ നിങ്ങൾ ബർത്ത് സർട്ടിഫിക്കറ്റ് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പൊ അതായത് ക്ലോസ് 9/1 പ്രോസ്പെക്ടസ് ഉണ്ട്. ആ പ്രോസ്പെക്ടസിലെ 9/1 പറയുന്ന ഏതെങ്കിലും ഡോക്യുമെന്റ് ആയിരിക്കണം നിങ്ങൾ നേറ്റിവിറ്റിക്കായിട്ട് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, കേരള ഒറിജിൻ ആണെന്ന് കൊടുക്കാൻ വേണ്ടി പ്രൂവ് ചെയ്യാൻ വേണ്ടി വെക്കേണ്ട രേഖ എന്ന് പറയുന്നത്. പിന്നെ അക്കാദമിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഞാൻ പറഞ്ഞു ഓൾറെഡി. മിനിമം 50% കൂടി LLB പാസ് ആവുക. 3 year LLB or 5 year LLB ഏതാണേലും പ്രശ്നമില്ല, പാസ് ആവുക എന്നുള്ളതാണ് വേണ്ടത്. ഫൈനൽ ഇയേഴ്സിനും പറ്റും. പിന്നെ ഏജ്, അപ്പർ ഏജ് ലിമിറ്റ് ഒന്നുമില്ല. ഏത് പ്രായക്കാർക്കും LLM എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടി അപ്ലൈ ചെയ്യാം. LLM കോഴ്സ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓൺലൈൻ ആയിട്ടുള്ള LLM എൻട്രൻസ് എക്സാമിനേഷൻ ആണ് നടത്തുന്നത്.
2 മണിക്കൂറാണ്. പിന്നെ ഇതിന്റെ ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. ആപ്ലിക്കേഷൻ ഫീസ് 900 രൂപയാണ് വരുന്നത്. അതായത് 900 റുപ്പീസ് ആണ് ആപ്ലിക്കേഷൻ ഫീസ്. SCBC കാൻഡിഡേറ്റ്സിനും ജനറൽ കാൻഡിഡേറ്റ്സിനും SC/ST കാൻഡിഡേറ്റ്സിനും 450 രൂപയാണ് ഫീസ് വരുന്നത്. ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് 450 രൂപയാണ്. 10-ാം തീയതി വരെയാണ് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ്. ഇനി പ്രൂഫ് എന്തൊക്കെ ഡോക്യുമെന്റുകളാണ് ആപ്ലിക്കേഷൻ സമയത്ത് വേണ്ടതെന്നുള്ളത്: നാഷണാലിറ്റി പ്രൂഫ്, നേറ്റിവിറ്റി പ്രൂഫ്. ഇതെല്ലാവരും വേണ്ടത് തന്നെയാണ്. നാഷണാലിറ്റിയും നേറ്റിവിറ്റിയും നിങ്ങൾ എല്ലാവരും വെക്കേണ്ട രേഖ തന്നെയാണ്. പിന്നെ ബാക്കിയുള്ളത് ഏജ് പ്രൂഫാണ്. ഏജ് പ്രൂഫും നിങ്ങൾ ആ നേറ്റിവിറ്റിയിൽ തന്നെ ഓൾറെഡി അല്ലെങ്കിൽ നാഷണാലിറ്റിയിൽ നിങ്ങൾ വെച്ച് SSLC സർട്ടിഫിക്കറ്റോ ബർത്ത് സർട്ടിഫിക്കറ്റോ ആണെങ്കിൽ അത് തന്നെ മതിയാകും. ഏജ് പ്രൂഫും അതിന് തന്നെ ആ ഒരു രേഖ തന്നെ മതിയാകും. പിന്നെ അതല്ലെങ്കിൽ നിങ്ങൾക്ക് പാസ്പോർട്ടിന് ഫ്രണ്ട് പേജ് ഒക്കെ വെക്കാം കേട്ടോ, ഏജ് പ്രൂഫിനൊക്കെ വേണ്ടിയിട്ടോ. ഇപ്പൊ നാഷണാലിറ്റി സർട്ടിഫിക്കറ്റ്, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, ഈ പറഞ്ഞ രീതിയിൽ ഞാൻ പറഞ്ഞ രേഖകൾ ഒന്നും കയ്യിലില്ലാത്ത, ഇത് ഏതെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും, ഇതൊന്നും ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് വില്ലേജ് ഓഫീസിൽ നിന്ന് പോയി വാങ്ങാവുന്നതാണ്. അപ്പൊ അതിന് വേണ്ട ആ ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ് നമ്മുടെ പ്രോസ്പെക്ടസിൽ അനക്സറിൽ കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഫിൽ ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് വേണ്ടത് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആണ്. SC/ST റിസർവേഷൻ ഉള്ളവര് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പൊ ആ ഒരു കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് തഹസിൽദാറിന്റെ അടുത്ത് നിന്ന് വാങ്ങിയ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. പിന്നെ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ്, അതായത് SCBC റിസർവേഷൻ അല്ലെങ്കിൽ OEC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾ സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രം വാങ്ങിയ, എംപ്ലോയ്മെന്റ് അല്ല എഡ്യൂക്കേഷൻ പർപ്പസിന് വാങ്ങിയ ആ ഒരു വില്ലേജ് ഓഫീസറിന്റെ അടുത്ത് നിന്ന് വാങ്ങിയിട്ടുള്ള നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക. പിന്നെ EWS കോട്ട റിസർവേഷൻ ഉള്ളതും വില്ലേജ് ഓഫീസിൽ നിന്ന് വാങ്ങിയ, അതൊക്കെ നമ്മുടെ അനക്സ്റ്ററിൽ കൊടുത്തിട്ടുണ്ട്. അതായത് പ്രോസ്പെക്ടസിൽ അനക്സ്റ്ററിൽ അതിന്റെ ഫോർമാറ്റ് ഉണ്ട്. അതെടുത്ത് അതേ ഫോർമാറ്റിൽ തന്നെ അപ്ലോഡ് ചെയ്യുക കേട്ടോ. പിന്നെ ഇന്റർകാസ്റ്റ് റിസർവേഷൻ, അതിന്റെ മാരേജ് സർട്ടിഫിക്കറ്റ്, അതായത് അച്ഛനും അമ്മയും ആരെങ്കിലും SC/ST കാൻഡിഡേറ്റ്സ് ആണ്, അങ്ങനെ ഇന്റർകാസ്റ്റ് മാരേജിലുള്ളവരാണെങ്കിൽ ആ റിസർവേഷനും കിട്ടും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് അത് നിങ്ങൾ തഹസിൽദാറിന്റെ അടുത്ത് നിന്നുള്ള സർട്ടിഫിക്കറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അതൊക്കെ കൊടുക്കണം, അപ്ലോഡ് ചെയ്യേണ്ടതാണ്. എന്നാലാണ് നിങ്ങൾക്ക് ആ റിസർവേഷൻ, കാറ്റഗറി റിസർവേഷൻ കിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ പിന്നെ നിങ്ങൾക്ക് നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവരാണെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ ക്രീമി ലെയറിൽ വരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കമ്മ്യൂണിറ്റിയും അതുപോലെ തന്നെ ഇൻകം സർട്ടിഫിക്കറ്റും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ അപ്ലോഡ് ചെയ്യാനായിട്ട് പറയും. അതുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഫിഷർമെൻ റിസർവേഷൻസ് ഉള്ളവരാണ് എങ്കിൽ അതിന് വേണ്ടിയിട്ട് ഉള്ള സർട്ടിഫിക്കറ്റ് കേരള ഫിഷർമെൻ വെൽഫെയർ ബോർഡിൽ നിന്നുള്ള ഫീസ് കൺസെഷൻ ഉണ്ട്. SC/ST അതുപോലെ തന്നെ OEC OBS ഈ പറയുന്ന ഫിഷർമെന്റെ കുട്ടികൾക്കൊക്കെ റിസർവേഷൻ ഉള്ളതാണ്. അപ്പൊ നിങ്ങൾ അതിനുള്ള സർട്ടിഫിക്കറ്റ് കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്താലേ ഈ ഗ്രാൻഡ് റിസർവേഷൻ ഒക്കെ കിട്ടുള്ളൂ. പിന്നെ ഡിസബിലിറ്റി കാൻഡിഡേറ്റ്സിനാണ് എങ്കിൽ, പേഴ്സൺസ് ആണെങ്കിൽ ഡിസ്ട്രിക്ട് മെഡിക്കൽ ബോർഡിൽ നിന്നുള്ള വാലിഡ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ മറ്റേതെങ്കിലും റിസർവേഷൻസിലൊക്കെ വരുന്നവർക്ക് കൃത്യമായിട്ട് അവർക്ക് പറഞ്ഞിട്ടുള്ള രേഖകൾ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ആപ്ലിക്കേഷൻ ഫീസും ഉണ്ട്, ഫീസും അടയ്ക്കുക. ഇതെല്ലാം കഴിഞ്ഞ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ആ ഒരു അക്നോളജ്മെന്റ് പ്രിന്റ് ഒന്ന് എടുത്തു വെക്കുക. അതായത് അപ്ലൈ ചെയ്തതിന് ശേഷമുള്ള പ്രിന്റ്, ആപ്ലിക്കേഷൻ സക്സസ്ഫുൾ ആയി കഴിയുമ്പോൾ ആ ഒരു പ്രിന്റ് നിങ്ങളൊന്ന് എടുത്ത് വെക്കുക. ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും എവിടെയെങ്കിലും എഴുതി കുറിച്ച് വെക്കുക. എന്നിട്ട് നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക, പഠിക്കുക. ഇപ്പോഴേ തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. തുടങ്ങാത്തവരാരെങ്കിലും ആണെങ്കിൽ കോച്ചിങ് ഒരു അസിസ്റ്റൻസ് സീരിയസ് ആയിട്ട് നോക്കുന്നവരാണെങ്കിൽ യു ക്യാൻ കോൺടാക്ട് മീ. ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കോച്ചിങ് നിങ്ങൾക്ക് ഇപ്പോൾ അഡ്മിഷൻസ് ഓപ്പൺ ആണ്, നിങ്ങൾക്ക് അഡ്മിഷൻസ് എടുക്കാൻ സാധിക്കും. സോ ക്ലീഡ് അപ്ഡേറ്റ്സുമായിട്ടുള്ള LLM അപ്ഡേറ്റ്സുമായി ബന്ധപ്പെട്ട അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.